Students, last day we were discussing some of the things like the logos and the symbols. That is, we have discussed about the logo. Then we have discussed what is meant by character and how it is used to market a brand. Then also the slogans. So now we are moving on to the next one, that is the jingles. Jingles, from the word we can understand something related to music. So it is just the musical or audible signature added to the brand logo or a slogan. നമ്മുടെ ബ്രാൻഡിൻ്റെ ലോഗോയിലോ സ്ലോഗനിലോ കൂടെ ഒരു മ്യൂസിക്കൽ എലമെൻറ്റും കൂടെ ആഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ജിംഗിൾസ് ഉണ്ട്. അങ്ങനത്തെ മ്യൂസിക്കലോ ഓഡിബിൾ സിഗ്നേച്ചറിനെയാണ് വി കോൾ ഇറ്റ് ആസ് ജിംഗിൾസ്. ആൻഡ് ഇറ്റ് ഈസ് എ മാസ് കമ്മ്യൂണിക്കേഷൻ മെത്തേഡ് ടു എ ജനറൽ പബ്ലിക്. വലിയ ഒരു മാസ് കമ്മ്യൂണിക്കേഷൻ കിട്ടുന്നുണ്ട്. കുറേ ആൾക്കാരിലേക്ക് നമ്മൾ റീച്ച് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നോർമലി ജിംഗിൾസ് യൂസ് ചെയ്യുന്നത്. ഇറ്റ് വിൽ ബി ലൈക്ക് ഇൻ്റലിൻ്റെ 5 നോട്ട്സ് ആയിട്ടാണ് ഇൻ്റലിൻ്റെ ഒരു മ്യൂസിക് കേൾക്കാറില്ലേ ഇൻ്റലിനുള്ളത്. നമ്മളിപ്പോൾ ലാപ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇൻ്റൽ ലാപ്പ് ആണെങ്കിൽ അതിനൊരു മ്യൂസിക് കേൾക്കില്ലേ, അത് ഇൻ്റലിൻ്റെ ജിംഗിൾസ് ആണ്. ലൈക്ക് ദാറ്റ് വി ഹാവ് സെവറൽ ജിംഗിൾസ്. ഫോർ എക്സാമ്പിൾ അമൂലിൻ്റെ ജിംഗിൾ കേട്ടിട്ടുണ്ട്, അട്ടർലി ബട്ടർലി ഡെലീഷ്യസ് എന്ന് കേട്ടിട്ടുണ്ടാവും. അതാണ് അമൂലിന് യൂസ് ചെയ്തിരിക്കുന്ന ജിംഗിൾ. സിമിലർലി ഫോർ കാഡ്ബറി ഡെയറി മിൽക്ക് ക്യാ ബാത് സിന്ദഗി കി. ലൈക്ക് ദിസ് വി യൂസ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് slogans or different types of musical notes for some of the products for getting attracted. ആ പ്രൊഡക്റ്റിനോട് അട്രാക്റ്റഡ് ആകാൻ വേണ്ടി. ബട്ട് ഇൻ്റലിൻ്റെ 5 നോട്ട്സും അതുപോലെ ആയിരിക്കില്ല ബാക്കിയുള്ള ഹെവൽവുഡ്, HP-യുടെ, ഡെല്ലിൻ്റെയൊക്കെ ക്ലയൻസിനുള്ള സൗണ്ട്. അപ്പോൾ അങ്ങനെ ഓരോ രീതിയിൽ നമ്മൾ ഒരു അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടി ഇൻ്റൽ കമ്പോണൻസിന് കൊടുക്കുന്ന പോലെ, അല്ലെങ്കിൽ അമൂലിൻ്റെ അട്ടർലി ബട്ടർലി ഡെലീഷ്യസ് അങ്ങനത്തെ ഒരു മ്യൂസിക് നോട്ട്സ് പോലെ അട്ടർലി ബട്ടർലി ഡെലീഷ്യസ് സംതിങ് റിലേറ്റഡ് ടു ആ മ്യൂസിക് റിലേറ്റഡ് ആണ്. അങ്ങനെ ഉണ്ടാകുന്നതിനാണ് നമ്മൾ ജിംഗിൾസ് എന്ന് പറയുന്നത്. ഇറ്റ് ഓൾറെഡി അട്രാക്റ്റ് എ കസ്റ്റമർ. നോർമലി കസ്റ്റമേഴ്സ് ഉള്ള പ്രൊഡക്റ്റ് ആയിരിക്കും, പക്ഷേ ഒരു മ്യൂസിക് കൂടെ കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ മ്യൂസിക് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ ആ ബ്രാൻഡിലേക്ക് അട്രാക്റ്റഡ് ആവും. ദാറ്റ് ഈസ് കോൾഡ് ജിംഗിൾസ്. So, what are the major benefits? So, നമുക്ക് നോർമൽ ഒരു സ്ലോഗൻ കേൾക്കുന്ന പോലെ, ഇപ്പോൾ സ്ലോഗൻ അമൂലിൻ്റെ എന്താണ്, ദ ടേസ്റ്റ് ഓഫ് ഇന്ത്യ, അതിനേക്കാളും ഒരു നമുക്ക് അപ്പീലിംഗ് ആണ് അട്ടർലി ബട്ടർലി ഡെലീഷ്യസ് എന്ന് കേൾക്കുന്നത് അല്ലേ. സോ ഇറ്റ് ഈസ് ഹാവിങ് എ മോർ ലിസണർ അവയർനെസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ഒരു സങ് ജിംഗിളിന് ദാൻ എ പ്ലെയിൻ സ്പോക്കൺ വേർഡ്. ദ ടേസ്റ്റ് ഓഫ് ഇന്ത്യയിലും നമുക്ക് അപ്പീലിംഗ് ആണ് അട്ടർലി ബട്ടർലി ഡെലീഷ്യസ്, ലൈക്ക് ദാറ്റ്. സെക്കൻഡ് വൺ ഇസ് ഇറ്റ് പ്രൊമോട്ട്സ് പ്രൊഫഷണൽ ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ദ കോർപ്പറേറ്റ് ഐഡൻറ്റിറ്റി ആൻഡ് പ്രൊഡക്റ്റ് റീഎൻഫോഴ്സ്മെൻറ്റ്. നമുക്ക് പ്രൊഡക്റ്റ് റീഎൻഫോഴ്സ് ചെയ്യാൻ, ഒരാളുടെ മനസ്സിലേക്ക് തിരിച്ച് ആ പ്രൊഡക്റ്റ് തന്നെ ഉറപ്പിക്കാൻ വേണ്ടി, അതേപോലെ ഒരു പ്രൊഫഷണൽ ആറ്റിറ്റ്യൂഡ് നമ്മുടെ കമ്പനിക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്യാനെല്ലാം ഈ ജിംഗിൾസ് യൂസ് ചെയ്യും. ഇപ്പോൾ ഇൻ്റലിൻ്റെ ആ മ്യൂസിക് നോട്ട്സ് 5 മ്യൂസിക് നോട്ട്സ് നമ്മളെ അട്രാക്റ്റ് ചെയ്യുന്നുണ്ട്. ആ കമ്പനിയുടെ ഐഡൻറ്റിറ്റി അല്ലെങ്കിൽ കോർപ്പറേറ്റ് ഐഡൻറ്റിറ്റി തന്നെ അത് റിവീൽ ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് ദ സെക്കൻഡ് ബെനിഫിറ്റ്. തേർഡ് വൺ ഇസ് ഇറ്റ് പ്രൊമോട്ട്സ് എ ഹയർ പ്രൊഫൈൽ ഫോർ ദ പ്രൊഡക്റ്റ്. വി ഓൾ നോ, ഏത് ബ്രാൻഡിങ് മെത്തേഡ്സ് ആണെങ്കിലും, സ്ലോഗൻസ് ആണെങ്കിലും, ക്യാരക്ടേഴ്സ് ആണെങ്കിലും, ജിംഗിൾസ് ആണെങ്കിലും എല്ലാം ഇതെല്ലാം ഒരു ഹയർ പ്രൊഫൈലാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ആ കമ്പനിക്ക് ഒരു ഹയർ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ത്രൂ ദ യൂസ് ഓഫ് ജിംഗിൾസ്. Next one is it improves the effectiveness of a spoken advertisements. നമ്മൾ സ്പോക്കൺ അഡ്വർടൈസ്മെൻറ്റ്സ് കേൾക്കാറില്ലേ, ഇപ്പോൾ അമൂലിനെ പറ്റിയിട്ട് പറഞ്ഞു പോകുന്ന പരസ്യങ്ങളുണ്ടാവും. ഇതിനെപ്പോലെയാണ് നമ്മളുടെ ജിംഗിൾസ് സംസാരിക്കുന്നത്. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് സ്പോക്കൺ. ദ ടേസ്റ്റ് ഓഫ് ഇന്ത്യ എന്നൊക്കെ എഴുതി വരുന്നതോ അല്ലെങ്കിൽ ഗുഡ് ഫുഡ് ഗുഡ് ലൈഫ് ഒക്കെ നെസ്ലേയുടെയാണ് ഗുഡ് ഫുഡ് ഗുഡ് ലൈഫ്. അപ്പോൾ അതെല്ലാം അവിടെ എഴുതി വെച്ചിട്ടുണ്ടാവുന്നേ ഉള്ളൂ നമ്മുടെ പരസ്യത്തിലോ ഒക്കെ. പക്ഷേ അത് ഒന്ന് സ്പോക്കൺ ആക്കിയിട്ട് അട്ടർലി ബട്ടർലി അല്ലെങ്കിൽ ക്യാ ബാത് സിന്ദഗി കി അങ്ങനെ ഓരോ രീതിയിൽ പറയുമ്പോഴേക്ക്, അല്ലെങ്കിൽ ഒരു മ്യൂസിക് നോട്ട്സിൽ പറയുമ്പോൾ ഇറ്റ് ഈസ് ഹാവിങ് എ മോർ എഫക്റ്റീവ് ആസ് സ്പോക്കൺ അഡ്വർടൈസ്മെൻറ്റ്. ആൻഡ് ദ ലാസ്റ്റ്, ഇറ്റ് ബിൽഡ്സ് ബ്രാൻഡിങ് ഫോർ ദി കമ്പനി. ഓൾവേസ് ഇറ്റ് ബിൽഡ് എ ക്വാളിറ്റി മെസ്സേജ് ആയിരിക്കും അതിൽ കൂടെ കിട്ടുന്നത്. ഒരു ക്യാച്ചി ട്യൂണിലായിരിക്കും കസ്റ്റമേഴ്സിൽ ഇത് എത്തിക്കുന്നത്. അപ്പോൾ കസ്റ്റമേഴ്സിന് തന്നെ ചിലപ്പം ഈ മ്യൂസിക് അല്ലെങ്കിൽ അട്ടർലി ബട്ടർലി ഡെലിഷ്യസ് എന്നുള്ള രീതി പറയാൻ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ ക്രിയേറ്റ് ചെയ്യാനും, ഒരു ബ്രാൻഡിങ് ക്രിയേറ്റ് ചെയ്യാനും ജിംഗിൾസിന് പറ്റും. സോ ദീസ് ആർ ദ മേജർ ബെനിഫിറ്റ്സ്. ദാറ്റ് ഈസ് ഇറ്റ് ക്രിയേറ്റ്സ് മോർ ലിസണർ അവയർനെസ്, ഇറ്റ് പ്രൊമോട്ട്സ് പ്രൊഫഷണൽ ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് എ കോർപ്പറേറ്റ് ഐഡൻറ്റിറ്റി ആൻഡ് പ്രൊഡക്റ്റ് reinforcement. It promotes a higher profile to the product, and it also improves the effectiveness of a spoken advertisements, and it helps to build a branding for the company itself. So these are the major benefits of jingles. Next we want to know, so today we have discussed about the jingles too. Angane ella logos we have discussed, then characters, then slogans, and also jingles were discussed. Ini idinellam shesham nammal pinne oru branding ine use cheyyuna oru method aanu
പാക്കിംഗ് ഓർ പാക്കേജിങ് എന്നുള്ളത്. നമ്മുടെ പാക്ക് എങ്ങനെയാണോ അല്ലെങ്കിൽ പാക്കേജിങ് എങ്ങനെയാണോ അതും ഒരു സൈലൻറ്റ് സെയിൽസ്മാൻ ആണ്. നമുക്ക് പാക്കേജിനെ അല്ലെങ്കിൽ പാക്കറ്റിനെ സൈലൻറ്റ് സെയിൽസ്മാൻ എന്ന് പറയാം. എന്തുകൊണ്ടാണ്? അതിൽ തന്നെ നമ്മൾ ഓരോ കണ്ടൻസ് എഴുതിയിട്ടുണ്ടാവും, അതിൻ്റെ ക്വാളിറ്റി എന്ത്. ഇപ്പം ഈ സ്ലോഗൻസ് ആണെങ്കിലും ക്യാരക്ടേഴ്സ് ആണെങ്കിലും ഈ പാക്കേജിലല്ലേ നമ്മൾ മോൾഡ് ചെയ്യുന്നത്. എക്സെപ്റ്റ് ദ ജിംഗിൾസ്, അതർ ഓൾ ആർ വിൽ ബി റിട്ടൺ ഓൺ ദ പാക്കേജിങ്. Okay, so packaging is a silent salesman or it acts as a silent advertisements. Okay, so what is meant by packing? Packing is simply the wrapping of goods before they are transported or stored or delivered to the customer. കസ്റ്റമറിലേക്ക് എത്തിക്കുന്നതിന് മുമ്പ് ജസ്റ്റ് ഒരു കവറിങ് കൊടുക്കുന്നതിനോ അല്ലെങ്കിൽ റാപ്പ് ചെയ്യുന്ന നമ്മുടെ ഗുഡിനെ റാപ്പ് ചെയ്യുന്നതിനാണ് പാക്കിംഗ് എന്ന് പറഞ്ഞത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ മിൽക്ക് ഒക്കെ കൊണ്ടുവരുന്ന കാണാർക്ക്. അപ്പോൾ മിൽക്ക് നമുക്ക് കസ്റ്റമേഴ്സിന് കിട്ടുമ്പോൾ എങ്ങനെയാണ്? ഒരു പാക്കറ്റിനുള്ളിലാണ് ഒരു പോളിത്തീൻ ടൈപ്പ് ഓഫ്, പോളിത്തീൻ അല്ല പക്ഷേ പോളിത്തീൻ ടൈപ്പ് ഓഫ് കവറിൽ പാല് കിട്ടുന്നത്. അങ്ങനെ കിട്ടുന്ന അതിനെയാണ് നമ്മൾ ഫസ്റ്റ് പാക്കേജ് അല്ലെങ്കിൽ പാക്കിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പാക്കേജിങ്ങിനെ നമ്മൾ വില്യം ജെ ടാൻസൺ ഹാസ് ഡിഫൈൻഡ് പാക്കേജിങ് ആസ് packaging may be defined as a general group of activities in product planning which involves designing and producing the container or the wrapper for the product. ഇങ്ങനെ നമ്മളൊരു റാപ്പർ ഉണ്ടാക്കിയെടുക്കാൻ പല രീതിയിലുള്ള പ്ലാനിങ് വേണം, പല ഡിസൈൻസ് വേണം. ഇതിൻ്റെ എല്ലാത്തിനെയും കൂടെ ചേർന്നിട്ട് പറയുന്നതാണ് പാക്കേജിങ്. വെച്ചാൽ നമ്മളുടെ ഇപ്പോൾ ഒരു പാക്കിംഗ് മിൽക്ക് തന്നെ മിൽമയുടെ ആണെന്ന് വെച്ചാൽ മിൽമയുടെ ഒരു കവർ ഉണ്ടാവും, അതിൽ എന്ത് കളർ ഇടണം, മിൽമയുടെ കളർ എന്ത് കൊടുക്കണം, എന്ത് ലോഗോ വയ്ക്കണം, എന്ത് സ്ലോഗൻ എഴുതണം, ഏത് ഡേറ്റ് എഴുതണം, ഏത് എക്സ്പയറി ഡേറ്റ്, അതേപോലെ അതിനകത്തെ കണ്ടൻസ് എങ്ങനെ മെൻഷൻ ചെയ്യണം, അത് വെജിറ്റബിൾ ആണോ നോൺ വെജ് ആണോ അങ്ങനെ രീതിയിലൊക്കെ എങ്ങനെ മെൻഷൻ ചെയ്യണം. ഇതെല്ലാം ഒരു പ്ലാനിങ്ങിലൂടെയാണ് സംഭവിക്കുന്നത്. അങ്ങനെയുള്ള ആ പ്ലാനിങ് ആക്ടിവിറ്റീസ് അടക്കം എല്ലാം ഇൻക്ലൂഡ് ആവുന്നതിനാണ് പാക്കേജിംഗ് എന്ന് പറയുന്നത്. അങ്ങനെയാണ് നമ്മൾ ഫൈനലി പാലിനെ ഒരു പാക്കറ്റിലാക്കി അതിന് ടാഗ് ലൈനും കൊടുത്ത് ലോഗോസും ഇൻസേർട്ട് ചെയ്ത് നമ്മൾ ഡെസ്പാച്ച് ചെയ്യുന്നത്. അപ്പം ജസ്റ്റ് പാക്കിങ്ങിനെ നമ്മൾ പാക്കിംഗ് എന്ന് പറയുമെന്ന് പറഞ്ഞാൽ അതിനെ പ്രൈമറി പാക്കിംഗ് എന്നാണ് പറയുന്നത്. ജസ്റ്റ് ആ പ്രൊഡക്റ്റ് തൊട്ട് മുമ്പേ ഉള്ള പാക്കിംഗ്. എന്നാൽ അത് നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോഴേക്ക് കുറേ പാക്കറ്റുകൾ ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ്, ഒരു നമ്മൾ കാണാറുണ്ട് ഒരു നീല കളറിലെ ഒരു പെട്ടി, ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു വലിയൊരു കണ്ടെയ്നർ ഉണ്ടാവും. അതിനകത്തായിരിക്കും പാലെല്ലാം വലിയ ക്വാണ്ടിറ്റിയിൽ ഒരു ട്രക്കിൽ വന്ന് ഈ യൂണിറ്റിലേക്ക് ഇറക്കുന്നത്, റീറ്റെയിൽ ഔട്ട്ലെറ്റിലേക്ക് ഇറക്കുന്നത്. അപ്പോൾ അതിന് നമുക്ക് സെക്കൻഡറി പാക്കേജിംഗ് എന്ന് പറയാം. അതേപോലെ ഇപ്പം നമ്മൾ പല ജ്യൂസ് കാണാറുണ്ട്, മാംഗോ ഫ്ലേവേർഡ് ആയിട്ടുള്ള ജ്യൂസുകൾ, സ്ക്വാഷുകളൊക്കെ കിട്ടത്തില്ലേ. അതെന്ന് വെച്ചാൽ ഫസ്റ്റ് നമ്മളൊരു ബോട്ടിലിനകത്തായിരിക്കും പാക്ക് ചെയ്തിരിക്കുന്നത്, അതിനെ പ്രൈമറി പാക്കേജിംഗ് എന്ന് പറയും. പക്ഷേ ഇതെല്ലാം കൂടെ ഒരു പോളിത്തീൻ, നല്ല കട്ടിയുള്ളൊരു പോളിത്തീനിന് ഒരു 10-15 ഒറ്റ പാക്കിംഗ് കാണാറില്ലേ, അതിന് നമ്മൾ സെക്കൻഡറി പാക്കിംഗ് എന്ന് പറയും. Okay, so in packing itself there are two types of packaging, that is the primary package and secondary package, and the definition of packaging given by the William J. Stanson. ഇത് നിങ്ങൾ പഠിക്കണം, എന്താണ് ഡെഫിനേഷൻ തന്നിരിക്കുന്നത്. സോ ദിസ് ഇസ് വാട്ട് ഇസ് കോൾഡ് ദ പാക്കിംഗ് ആൻഡ് ദി പാക്കേജിങ്. സോ ഇനി ഈ പാക്കിങ്ങും പാക്കേജിങ് ചെയ്യുന്നത് കൊണ്ട് എന്തെല്ലാം ബെനിഫിറ്റ്സ് ആണ് നമുക്ക്? നോർമലി അത് പ്രൊട്ടക്ഷൻ ആണെന്ന്. ഇനി അപ്പാർട്ട് ഫ്രം ദ പ്രൊട്ടക്ഷൻ വാട്ട് ഓൾ ഇറ്റ് പ്രൊവൈഡ്സ്, ദാറ്റ് ഈസ് ഫസ്റ്റ് പ്രൊഡക്റ്റ് അട്രാക്റ്റീവ്നെസ്. നമ്മുടെ പാക്കേജ് കണ്ടിട്ടായിരിക്കും അതിൻ്റെ സൈസ്, ഷേപ്പ്, അതേപോലെ അതിലെ കളർ എന്താണ്, അല്ലെങ്കിൽ പ്രിൻ്റ് ചെയ്തിരിക്കുന്ന മാറ്റേഴ്സ് എന്താണ്, ഇതെല്ലാം ആയിരിക്കും നമ്മളെ അട്രാക്റ്റ് ചെയ്യുന്ന ആ പ്രൊഡക്റ്റിലേക്ക് അല്ലേ. ഇപ്പം ഒരു പ്രൊഡക്റ്റ്, ഇപ്പം ഒരു ബേബി പിള്ളേർക്കുള്ള ചോക്ലേറ്റ്സ് എല്ലാം കാണുമ്പോൾ നമുക്കറിയാം അതിൻ്റെ എല്ലാം കളർ ഭയങ്കര ബ്രൈറ്റ് കളേഴ്സ് ആയിരിക്കും. ഇറ്റ് വിൽ ബി ലൈക്ക് അട്രാക്റ്റീവ്. കുറച്ച് കോമിക് ക്യാരക്ടേഴ്സിൻ്റെ പടം ഉണ്ടാവും അതിൽ. അങ്ങനെ നമ്മളെ അട്രാക്റ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് അതിൽ ഓരോ കാര്യങ്ങളും ഉണ്ടാവും. അതിൻ്റെ സൈസോ ഷേപ്പോ എല്ലാം അട്രാക്റ്റീവ് ആകും. അങ്ങനെ നമുക്കൊരു സൈക്കോളജിക്കൽ ഫീലിംഗ് ആയിരിക്കും ആ പ്രൊഡക്റ്റ്, നല്ല പാക്കേജ് ഇരിക്കുന്ന പ്രൊഡക്റ്റ് നല്ല പ്രൊഡക്റ്റ് ആയിരിക്കും എന്ന് നമുക്കൊരു സൈക്കോളജിക്കൽ ഫീലിംഗ് ക്രിയേറ്റ് ചെയ്യാനും പാക്കിംഗ് കൊണ്ട് സംഭവിക്കുന്നതാണ്. സോ ദിസ് ആർ ആൻഡ് ദ പിക്ടോറിയൽ ഇമേജിൽ, ആ പാക്കേജിലുള്ള ഓരോ പിക്ടോറിയൽ ഇമേജും ഒരു സൈലൻറ്റ് സെയിൽസ്മാനാണ്. നമ്മൾ വായിച്ച് തന്നെ അതിൽ നിന്ന് അഡ്വർടൈസ്മെൻറ്റ്സ് എടുക്കുകയാണ് അല്ലേ. ഇപ്പോൾ ഒരു ഡയറി മിൽക്ക് കാണുമ്പോൾ തന്നെ അപ്പീലിംഗ് ആവുന്നത് എന്താ, അതിൻ്റെ കളറും അതിൻ്റെ ഫോമാറ്റും അതിൻ്റെ ഡിസൈൻസും എല്ലാം ആണ്. സോ ദാറ്റ് ഈസ് ഇറ്റ് മേക്സ് എ പ്രൊഡക്റ്റ് അട്രാക്റ്റീവ്. സെക്കൻഡ് വൺ ഇസ് പ്രൊഡക്റ്റ് ഐഡൻറ്റിഫിക്കേഷൻ. നമ്മളുടെ ഒരു പ്രൊഡക്റ്റിനെ വേറൊരു പ്രൊഡക്റ്റിൽ നിന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനും പാക്കേജാണ് ഹെൽപ്പ് ചെയ്യുന്നത്. ബിക്കോസ് ഡയറി മിൽക്ക് പോലെ തന്നെ ചിലപ്പോൾ ഒരു ഡ്യൂപ്ലിക്കേറ്റ് പ്രൊഡക്റ്റ് ഉണ്ട്, പക്ഷേ അതിൻ്റെ കളേഴ്സ് ചിലപ്പോൾ കളറ് സെയിം ആയിരിക്കാം, പക്ഷേ അതിന് എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ, അതിൻ്റെ ഡിസൈൻ എല്ലാം വെച്ചിട്ടാണ് നമ്മൾ പ്രൊഡക്റ്റിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. സോ പ്രൊഡക്റ്റ് ഐഡൻറ്റിഫിക്കേഷൻ ഈസ് ഓൾസോ പോസിബിൾ ത്രൂ ദീസ് പാക്കേജിങ്.
That is, it helps to differentiate similar products. ഒരേപോലുള്ള പ്രൊഡക്ട്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ ദാറ്റ് പാക്കേജിങ് ആൻഡ് ലേബലിംഗ് വിൽ ഹെൽപ്പ്. ബിക്കോസ് ലേബലിംഗ് പാക്കേജിങ്ങിൻ്റെ ഒരു ഘടകമാണ്. ഇറ്റ് ഈസ് ഇൻസെപ്പറബിൾ. അപ്പം പാക്കേജിന് കൂടുതൽ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നത് അതിലെ അട്രാക്റ്റീവ് ലേബൽസ് ആയിരിക്കും. സോ അട്രാക്റ്റീവ് ലേബൽസ് ഇസ് എ ബെസ്റ്റ് മീൻസ് ഓഫ് സക്സസ് ഇൻ മാർക്കറ്റിംഗ് ഓർ പാക്കേജിംഗ്. That we can say. So always a packaging and the labeling helps us to identify our product from the similar other competitors' products. Third one is the product convenience. പാക്കിംഗ് ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് കൺവീനിയൻസ് ആണ് അല്ലേ. ഇപ്പം പാലൊരിക്കലും പാക്കറ്റിൽ കിട്ടാതിരുന്നു. പണ്ടൊക്കെ എന്ന് വെച്ചാൽ നമ്മൾ ബോട്ടിൽസിൽ അല്ലെങ്കിൽ കണ്ടെയ്നേഴ്സിലാണ് പാല് വാങ്ങുന്നത് ഫ്രം ദ സൊസൈറ്റി. പക്ഷേ ഇപ്പോൾ നമുക്ക് എങ്ങനെയാണ് പാക്കറ്റ്സിൽ കിട്ടും. ഇപ്പോൾ പാക്കറ്റിൽ കിട്ടാത്തൊരു സിറ്റുവേഷൻ ആണെങ്കിൽ നമ്മൾ ആരെങ്കിലും വാങ്ങുമോ? നമുക്ക് വാങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. സോ നമ്മൾ പ്രൊഡക്റ്റിനെ കൺവീനിയൻ്റ് ആക്കാൻ വേണ്ടിയും പാക്കേജിങ് യൂസ് ചെയ്യാറുണ്ട്. കസ്റ്റമറിൻ്റെ സർവീസ് കുറച്ചുകൂടെ ഹെൽപ്പിയർ ആക്കാൻ വേണ്ടി. ഇപ്പം അതിൻ്റെ ഡിസൈൻ അങ്ങനെ ഇരിക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഏത് സ്ഥലത്തും അത് സൂക്ഷിക്കാൻ പറ്റുന്നത്. അല്ലെങ്കിൽ ഒരു പൊട്ടുന്ന കുപ്പിയിലാണെങ്കിലൊക്കെ ഇറ്റ് വിൽ ബി വെരി ഹാർഡ് ടു ഹാൻഡിൽ. ഓക്കെ, ഇത് പ്ലാസ്റ്റിക് കവറിലായതുകൊണ്ട് ഇറ്റ് വോണ്ട് ലീക്ക് ആൻഡ് ഇറ്റ്സ് ഡിസൈൻ സോ അപ്പീലിംഗ്. അപ്പോൾ സൈസും നമ്മളുടെ വേണ്ട സൈസിൽ തന്നെ നമുക്ക് വാങ്ങാൻ പറ്റും. ഈസിലി ഹാൻഡിൽ ചെയ്യാം. അതുപോലെ തുറക്കാനും കൊണ്ടുപോകാനും ഒക്കെ സുഖമായിരിക്കും ഏത് പ്രൊഡക്റ്റ് ആണെങ്കിലും. ഇപ്പോൾ ചോക്ലേറ്റ് ആണെങ്കിൽ തന്നെ ഡയറി മിൽക്ക് അങ്ങനെ ഒരു പാക്കേജ് കറക്റ്റ് അതിൻ്റെ ഷേപ്പിൽ തന്നെ പാക്കേജ് ആയതുകൊണ്ട് നമുക്ക് എവിടെ അത് കൊണ്ടുപോകാനോ പൊളിക്കാനോ അല്ലെങ്കിൽ സ്റ്റോർ ചെയ്യാനോ എല്ലാം ഇത്രയും സുഖമുള്ളത്. സോ അനദർ ഫെസിലിറ്റി ഓഫ് ദിസ് പാക്കേജ് ഇസ് ദ പ്രൊഡക്റ്റ് കൺവീനിയൻസ്. ഇറ്റ് മേക്സ് ദ പ്രൊഡക്റ്റ് സോ കൺവീനിയൻറ്റ് ഫോർ the handling and also opening and also for the movement to any other place and also for storing. Okay, that is the third importance or the benefit. And the fourth one is it is an effective sales tool. ഞാൻ പറഞ്ഞു അത് സെയിൽസ്മാൻ ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അതിനകത്ത് ലേബൽ എന്താണോ അത് സെയിൽസ്മാൻ ആയിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ അട്രാക്റ്റീവ് ആൻഡ് ഡിസൈൻഡ് പാക്കേജ് ആണെങ്കിൽ ഓൾവേസ് ഇറ്റ് വിൽ ഇൻവൈറ്റ് ദ കൺസ്യൂമേഴ്സ്. പാക്കേജ് എന്താണ്? നമ്മൾ പാക്കേജ് കണ്ടിട്ടായിരിക്കും വാങ്ങുന്നത് അല്ലേ. ഇപ്പം നല്ലൊരു പാക്കേജാണ്, നല്ല വലിയ സൈസാണെങ്കിൽ നമ്മുടെ വിശ്വാസമായിരിക്കും അതിനകത്ത് നല്ല പ്രൊഡക്റ്റ് ആയിരിക്കും എന്ന രീതി. പിന്നെ നമുക്കിപ്പം പല കസ്റ്റമേഴ്സിനനുസരിച്ചായിരിക്കും ചിലപ്പോൾ വിമൻസിൻ്റെ പ്രൊഡക്റ്റൊക്കെ കുറച്ച് റൗണ്ട് കർവ്ഡ് ഷേപ്ഡൊക്കെ പാക്കേജിങ് കൊടുത്താൽ അത് കൂടുതൽ വിമൻസിന് അപ്പീലിംഗ് ആവും എന്നാണ് പറയുന്നത്. അതുപോലെ നമ്മൾ ഓരോരുത്തർക്ക് നമ്മുടെ കസ്റ്റമേഴ്സ് എന്താ അതിന് ബേസ് ചെയ്ത്, അതേപോലെ നമ്മളുടെ പ്രൊഡക്റ്റ് എന്താ അതിനെ ബേസ് ചെയ്ത് നമ്മളുടെ പ്രൊഡക്റ്റിനെ പാക്കേജ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ലേബൽ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി an effective sales tool also. Okay, so these are the major benefits of packing and packaging, that is product attractiveness, product identification, product convenience and effective tool, sales tool. And in extra to this, the main function of the packaging is a protection. ബാക്കി എന്ത് ഡാമേജിനും പ്രൊട്ടക്റ്റ് ചെയ്യുക ഫ്രം ദ പ്രൊഡക്റ്റ് അറ്റാക്ക് അല്ലെങ്കിൽ സ്റ്റോറിങ്ങിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഹാൻഡ്ലിങ്ങിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഇതെല്ലാം പ്രിവെൻറ്റ് ചെയ്യാനും പാക്കേജിങ് ആക്ട് ആസ് എ റോൾ. ഓക്കെ, സോ ദീസ് ആർ ദി മേജർ ബെനിഫിറ്റ്സ്. നെക്സ്റ്റ് വി വോണ്ട് ടു സീ അബൌട്ട് ദി ട്രേഡ് മാർക്ക്. അപ്പോൾ നമ്മൾ കുറച്ച് ലോഗോസ് അതെല്ലാം പഠിച്ചു. അതിനുശേഷം പാക്കിംഗ് ആൻഡ് പാക്കേജിങ് പഠിച്ചു. നൗ വി വോണ്ട് ടു സ്റ്റഡി സം ഓഫ് ദി അനദർ തിങ്സ് ലൈക്ക് ദ ട്രേഡ് മാർക്ക് ആൻഡ് ദി ടാഗ് ലൈൻസ്. എന്താണ് ട്രേഡ് മാർക്ക് എന്നും എന്താണ് ടാഗ് ലൈൻസ് എന്നാണ് ഇനി പഠിക്കേണ്ടത്. ഫസ്റ്റ്, വാട്ട് ഈസ് എ ട്രേഡ് മാർക്ക്? Trademark means a distinctive sign used by the firm to show that the product or the service offered are originated from the unique source and to distinguish them from the products and services of other firms. നമ്മുടെ പ്രൊഡക്റ്റിനെ വേറെ കോമ്പറ്റേറ്റർ പ്രൊഡക്റ്റിൽ നിന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡിസ്റ്റിങ്റ്റീവ് സൈൻ കൊടുത്ത് അതിനെ ലീഗലൈസ്ഡ് ആക്കുന്നതിനെയാണ് നമ്മൾ ട്രേഡ് മാർക്ക് എന്ന് പറയുന്നത്. ഇപ്പോൾ ടാറ്റ എന്ന പേര് നമ്മളൊരു പ്രൊഡക്റ്റിൽ കണ്ട TATA എന്ന് കണ്ട വി നോ ദാറ്റ് ഇറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ ടാറ്റ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. ടാറ്റയിൽ നിന്ന് ഉണ്ടാക്കിയ പ്രൊഡക്ട്സിന് മാത്രമേ ടാറ്റ എന്ന് പേര് കൊടുക്കാൻ പറ്റുള്ളൂ, ബിക്കോസ് ഇറ്റ് ഈസ് എ ട്രേഡ് മാർക്ക്. അങ്ങനെയുള്ളതിനെയാണ് ട്രേഡ് മാർക്ക് എന്ന് പറയുന്നത്. സോ ദി AMA, ദാറ്റ് ഇസ് അമേരിക്കൻ മാർക്കറ്റിംഗ് അസോസിയേഷൻ, ഹാസ് ഡിഫൈൻഡ് ട്രേഡ് മാർക്ക് ആസ് എ brand. It's a brand or a part of a brand that is given legal protection because it is capable of exclusive appropriation. ഇങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുക അമേരിക്കൻ മാർക്കറ്റിംഗ് അസോസിയേഷൻ. അതൊരു ബ്രാൻഡ് ആവാം അല്ലെങ്കിൽ ബ്രാൻഡിൻ്റെ ഒരു പാർട്ട് ആകാം, പക്ഷേ അതിനൊരു ലീഗൽ പ്രൊട്ടക്ഷൻ ഉണ്ടാവും. അപ്പോൾ അതിനെ എക്സ്ക്ലൂസീവ് ആക്കും. ബാക്കിയുള്ള പ്രൊഡക്റ്റുകളെ വെച്ചിട്ട്, അതിൻ്റെ കോമ്പറ്റീറ്റേഴ്സിനെ വെച്ചിട്ടോ അതിനെപ്പോലുള്ള സിമിലർ പ്രൊഡക്ട്സിനെ വെച്ചിട്ടോ നമ്മുടെ ട്രേഡ് മാർക്കിനെ സ്പെഷ്യൽ ആക്കും, ലീഗലൈസ്ഡ് ആക്കുന്നതിനെയാണ്
ട്രേഡ് മാർക്ക് എന്ന് പറയുന്നത്. സോ അത് ചിലപ്പോൾ ഒരു പേരാകാം, അല്ലെങ്കിൽ ഒരു പേരിൻ്റെ ഒരു പാർട്ടാവാം, ഒരു ഫ്രേസ് ആവാം, ഒരു ഇമേജ് ആകാം, അല്ലെങ്കിൽ ഇതിൻ്റെ എല്ലാം കൂടെ കോമ്പിനേഷൻ ആകാം. എന്തിനെ നമുക്ക് ട്രേഡ് മാർക്ക് എന്ന് പറയാം. ബ്രാൻഡ് നെയിമും സെയിം ആണ്. ട്രേഡ് മാർക്ക് ബ്രാൻഡ് നെയിം ഇസ് സെയിം തിങ്. ലീഗലി പ്രൊട്ടക്റ്റ് ആയിട്ടുള്ള ബ്രാൻഡ് നെയിമിനെ ആയിരിക്കും ട്രേഡ് മാർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, പക്ഷെ വേറൊരാൾക്ക് നമ്മുടെ നമ്മുടെ സമ്മതമില്ലാതെ അല്ലെങ്കിൽ നമ്മുടെ പെർമിഷൻ ഇല്ലാതെ വേറൊരാൾക്കും നമ്മുടെ ട്രേഡ് മാർക്സ് യൂസ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ടാറ്റ കമ്പനികൾക്ക് മാത്രമേ അവരുടെ പ്രൊഡക്റ്റിൽ ടാറ്റ എന്ന് എഴുതാൻ പറ്റത്തുള്ളൂ, വേറെ ആർക്കും ടാറ്റ എന്ന് എഴുതരുത്. പക്ഷേ ഇപ്പം നമ്മളൊരു ഫ്രാഞ്ചൈസി ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഈ കോഫി ഡേ ഒക്കെ നമ്മൾ പല ഫേംസ് പല സ്ഥലങ്ങളിലും കാണാറുണ്ട്. അപ്പോൾ അവിടെയൊക്കെ എന്താ, നോർമലി കോഫി ഡേയിലെ ആൾക്കാർ തന്നെ അല്ല അവിടെ ചിലപ്പോൾ നമുക്ക് പ്രൊഡക്റ്റ് ഉണ്ടാക്കി തന്നെ, പക്ഷേ ദേ ആർ ടേക്കിംഗ് ലീസ്, അല്ലെങ്കിൽ അവർ ലൈസൻസ് എടുക്കുകയാണ് അവരുടെ ട്രേഡ് മാർക്കായ കോഫി ഡേ യൂസ് ചെയ്തോട്ടെ എന്നുള്ളത്. മേജർ കോഫി ഡേയുടെ കയ്യിൽ നിന്നൊരു ലീസൺ എടുക്കും, അല്ലെങ്കിൽ ഒരു ലൈസൻസ് നമ്മൾ വാങ്ങും. ഫ്രാഞ്ചൈസീസ് എന്ന് പറയും അങ്ങനെയുള്ള ഫേംസിനെ. എന്നിട്ട് അവർ കോഫി ഡേയുടെ പേരിലായിരിക്കും അവരുടെ പ്രൊഡക്റ്റ് വിൽക്കുന്നത്. പക്ഷേ ഇറ്റ് ഈസ് എ ലൈസൻസ്ഡ് ഓർഗനൈസേഷൻ. അങ്ങനെ മാത്രമേ ട്രേഡ് മാർക്ക് യൂസ് ചെയ്യാൻ പറ്റൂ. അതല്ല നമ്മുടെ സമ്മതമില്ലാതെയാണ് നമ്മൾ ട്രേഡ് മാർക്ക്ഡ് ആയിട്ടുള്ള രജിസ്റ്റേർഡ് ട്രേഡ് മാർക്ക് വേറൊരാൾ യൂസ് ചെയ്യുന്നെങ്കിൽ നമുക്ക് അയാൾക്കെതിരെ ലീഗൽ ആക്ഷൻസ് എടുക്കാനുള്ള റൈറ്റും ഉണ്ടാവും. സോ ദിസ് ഇസ് കോൾഡ് എ ട്രേഡ് മാർക്ക് ആൻഡ് വാട്ട് ആർ ദി ഫീച്ചേഴ്സ്. ഇനി നമ്മൾ ട്രേഡ് മാർക്ക് തന്നെ പല രീതിയിലുണ്ട്, പല സിമ്പിൾസ് യൂസ് ചെയ്യാറുണ്ട്. ഫോർ എക്സാമ്പിൾ TM എന്നാണ് ഒരു കമ്പനിയുടെ പേരിൻ്റെ മുകളിൽ നമ്മൾ കാണാറുണ്ട്. ഒരു കമ്പനിയുടെ മേളിൽ TM അല്ലെങ്കിൽ R എന്ന് വട്ടത്തിൽ എഴുതാം, അല്ലെങ്കിൽ SM എന്ന് എഴുതാം. ദീസ് ഓൾ ഹാവ് ഡിഫറെൻറ്റ് മീനിങ്സ്. ഇപ്പോൾ TM എന്നാണ് ആ കമ്പനിയുടെ മേളിൽ എഴുതിയിരിക്കുന്നതെങ്കിൽ ഇറ്റ് മീൻസ് ദാറ്റ് ഇറ്റ് ഈസ് എൻ അൺരജിസ്റ്റേർഡ് ട്രേഡ് മാർക്ക്. അൺരജിസ്റ്റേർഡ് ആയിട്ടുള്ള ട്രേഡ് മാർക്കിനെയായിരിക്കും TM മെൻഷൻ ചെയ്യുന്നത്. ഇഫ് ഇറ്റ് ഇസ് SM ഇറ്റ് മീൻസ് അൺരജിസ്റ്റേർഡ് സർവീസ് മാർക്ക്. അൺരജിസ്റ്റേർഡ് ആയിട്ടുള്ള സർവീസ് മാർക്കിനെ SM എന്ന് മെൻഷൻ ചെയ്യും. ആൻഡ് R എന്ന് എഴുതിയിട്ട് അതൊരു സർക്കിൾ ചെയ്തിട്ട് എൻസർക്കിൾ ചെയ്യുന്നതാണെങ്കിൽ ഇറ്റ് ഇസ് എ രജിസ്റ്റേർഡ് trademark. So there are three simples for using the trademark, that is TM unregistered trademark, SM unregistered service mark, and encircled R which is the registered trademark. So this is called a trademark and the different symbols used in a trademark. Next we want to study the need and importance. ഈ ട്രേഡ് മാർക്കിൻ്റെ ഉപയോഗങ്ങൾ എന്താണ്, അല്ലെങ്കിൽ എന്തിനാണ് നമ്മൾ ട്രേഡ് മാർക്ക് യൂസ് ചെയ്യുന്നത്. The first one is it is essential to give a legal protection to a brand and a brand name. ഒരു ബ്രാൻഡിനോ അല്ലെങ്കിൽ ബ്രാൻഡ് നെയിമിനോ ലീഗൽ പ്രൊട്ടക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ട്രേഡ് മാർക്ക് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ എക്സ്ക്ലൂസീവ് റൈറ്റ്സ് ആയിരിക്കും അതിൻ്റെ പേരോ അല്ലെങ്കിൽ ആ ബ്രാൻഡോ സിമ്പിളോ ഒക്കെ യൂസ് ചെയ്യാനുള്ളത് ആ കമ്പനിയുടെ മാത്രം റൈറ്റ് ആയിരിക്കും, വേറൊരാൾക്കും അത് യൂസ് ചെയ്യാൻ പറ്റില്ല. സോ ദേ എൻജോയ് ദ എക്സ്ക്ലൂസീവ് റൈറ്റ് ഓവർ ദ സ്പെസിഫിക് ബ്രാൻഡ്. ഇതിനെല്ലാം വേണ്ടി നമ്മൾ രജിസ്റ്റർ ചെയ്യണം. ആദ്യം ഒരു പേരുണ്ടാക്കി കഴിഞ്ഞിട്ട് ഈ ലോഗോ ആണ് നമ്മൾ ബ്രാൻഡ് ചെയ്യാൻ പോകണമെങ്കിൽ ലോഗോ നമ്മൾ ഡിസൈൻ ചെയ്യണം. എന്നിട്ട് അത് രജിസ്ട്രേഷൻ കൊടുത്ത് രജിസ്ട്രേഷൻ സമ്മതമായി കിട്ടിയാൽ മാത്രമേ നമുക്കതിന് ലീഗൽ പ്രൊട്ടക്ഷൻ കിട്ടുള്ളൂ. പക്ഷെ രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോഴാണ് അത് ട്രേഡ് മാർക്കായി വരുന്നത്. ഓക്കെ, സോ ഇറ്റ് ഗീവ്സ് എ ലീഗൽ പ്രൊട്ടക്ഷൻ ടു ദ ബ്രാൻഡ് ആൻഡ് ഇറ്റ്സ് ബ്രാൻഡ് നെയിം. സെക്കൻഡ്, ഇറ്റ് പ്രൊട്ടക്ട്സ് ദ കൺസ്യൂമേഴ്സ്. കൺസ്യൂമേഴ്സിന് ഒരു ഉറപ്പ് വരും. അവർ ട്രേഡ് മാർക്കുള്ള ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കഴിഞ്ഞാൽ ദേ ഹാവ് എ കോൺഫിഡൻസ് ദാറ്റ് ദേ ആർ നോട്ട് ബൈയിങ് എ സബ്സ്റ്റാൻഡേർഡ് പ്രൊഡക്റ്റ്. അവർ വാങ്ങിയിരിക്കുന്ന പ്രൊഡക്റ്റ് സ്റ്റാൻഡേർഡ് പ്രൊഡക്റ്റ് ആണെന്നും അതേപോലെ സബ്സ്റ്റാൻഡേർഡ് പ്രൊഡക്റ്റ് അല്ല, എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അവർക്ക് കംപ്ലയിൻറ്റ് ചെയ്യാൻ പറ്റും എന്നൊരു വിശ്വാസവും കസ്റ്റമേഴ്സിന് കൊടുക്കും. എന്നുവെച്ചാൽ ഒരു കമ്പനിയോടൊരു ഗുഡ് വിൽ ക്രിയേറ്റ് ചെയ്യാൻ ഇഫ് ഇറ്റ് ഇസ് എ ട്രേഡ് മാർക്ക്. ഓക്കെ, ഇപ്പം നല്ല ക്വാളിറ്റി പ്രൊഡക്ട്സേ ഒരു കമ്പനി തരത്തുള്ളൂ, അതുപോലെ നല്ല സർവീസസ് ആയിരിക്കും അങ്ങനെ ട്രേഡ് മാർക്കുള്ള കമ്പനി തരുന്നതെന്നൊക്കെ കൺസ്യൂമേഴ്സിനൊരു വിശ്വാസം ഉണ്ടാകും. ആൻഡ് ദേ വിൽ ബി ദസ് പ്രൊട്ടക്റ്റഡ് ഫ്രം ദ സെയിൽ ഓഫ് substandard products. Third one is the consumers can clearly differentiate their brands by identifying the trademark. ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും എന്ന് വെച്ചാൽ വേറെ സിമിലർ പ്രൊഡക്റ്റ് ഉണ്ട് അല്ലെങ്കിൽ ഒരു കോമ്പറ്റീറ്ററിൻ്റെ പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ഈ ട്രേഡ് മാർക്ക് നോക്കിയിട്ട് നമുക്ക് വേണ്ട പ്രൊഡക്റ്റ് തന്നെ വാങ്ങാൻ പറ്റും, അല്ലെങ്കിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും ഒരു പ്രൊഡക്റ്റിനെ വേറൊരു പ്രൊഡക്റ്റിന്. ദീസ് ആർ ദി നെക്സ്റ്റ് ഇമ്പോർട്ടൻസ്. ഫോർത്ത് വൺ ഇസ് ഇറ്റ് ഇസ് മോർ അക്സെപ്റ്റൻസ് കൊടുക്കും. നമ്മുടെ ട്രേഡ് മാർക്കറ്റഡ് ബ്രാൻഡ് ആണെങ്കിൽ എപ്പോഴും കസ്റ്റമേഴ്സിൻ്റെ ഇടയിൽ നല്ല അക്സെപ്റ്റൻസും ആയിരിക്കും, അവരുടെ അപ്രീസിയേഷനും നമുക്ക് ലഭിക്കും. ഫോർ എക്സാമ്പിൾ നൈക്കിൻ്റെ പ്രൊഡക്റ്റ്, ദേ ആർ രജിസ്റ്റേർഡ് ട്രേഡ് മാർക്ക്.
നൈക്കിൽ 6 എൻസർക്കിൾ ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും. ഇറ്റ് മീൻസ് ദാറ്റ് ഇറ്റ് ഇസ് എ രജിസ്റ്റേർഡ് ട്രേഡ് മാർക്ക് ഓഫ് ദി നൈക്ക് പ്രൊഡക്ട്സ്. അങ്ങനെയുള്ള ഒരു പ്രൊഡക്റ്റ് എപ്പോഴും അക്സെപ്റ്റബിൾ ആയിരിക്കും. നൈക്കിൻ്റെ പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ കസ്റ്റമേഴ്സ് വിൽ ബി ഓൾവേസ് അക്സെപ്റ്റിംഗ് ദോസ് പ്രൊഡക്ട്സ് ആൻഡ് ഓൾസോ അപ്രീഷിയേറ്റിംഗ് ദ പ്രൊഡക്റ്റ്. നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണ്, സബ്സ്റ്റാൻഡേർഡ് അല്ല എന്ന വിശ്വാസം അല്ലെങ്കിൽ അങ്ങനെ ഒരു പരസ്യം കസ്റ്റമേഴ്സ് തന്നെ കൊടുക്കാം. That is the fourth one. And next one, it avoids ambiguity and duplication. ഒരു ഡ്യൂപ്ലിക്കേഷനിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നുണ്ടല്ലോ ഓരോ ബ്രാൻഡ്സിനെ. അപ്പോൾ ഡ്യൂപ്ലിക്കേഷൻസ് പ്രിവെൻറ്റ് ചെയ്യാം. വേറെ ഇതേപോലത്തെ ഇപ്പോൾ നൈക്കിൻ്റെ തന്നെ നൈക്ക് എന്ന പേര് തന്നെ വന്നു, പക്ഷേ അതിന് ആ നൈക്കിന് നമുക്കറിയാം NIKE എന്ന് എഴുതി നല്ല ബോൾഡായിട്ട് എഴുതും. അതേപോലെ ഒരു ടിക്ക് സൈൻ പോലെ ഉണ്ട്, ഒരു സ്മുച്ച് സൈൻ ഉണ്ടാവും. അതിലേതെങ്കിലും ഒന്ന് മിസ്സിങ് ആയിട്ടും ചിലപ്പോൾ നമ്മൾ കാണാറുണ്ട് കമ്പനീസിൽ ചില പ്രൊഡക്ട്സ് എല്ലാം. പക്ഷേ അത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം അത് രജിസ്റ്റേർഡ് ആയതുകൊണ്ട് ദേ കാൺ കംപ്ലീറ്റ്ലി കോപ്പി ദ സെയിം ട്രേഡ് മാർക്ക്, രജിസ്റ്റേർഡ് ആയതുകൊണ്ട്. സോ ഇറ്റ് ഹെൽപ്സ് ഇൻ avoiding the duplication and also avoids ambiguity or any kind of confusion in the customers. And the last, it increases the authenticity or legitimacy of a product. ഒരു പ്രൊഡക്റ്റിൻ്റെ ഒതൻറ്റിസിറ്റി, അതിൻ്റെ വിശ്വാസം, നമുക്ക് അതിൻ്റെ മേലെ എത്രത്തോളം വിശ്വാസമുണ്ട്, അത് നല്ല ക്വാളിറ്റി ആയിരിക്കും എന്നൊരു ഉറപ്പും കൂടെ ബ്രാൻഡ് ട്രേഡ് മാർക്സ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നു. സോ ദീസ് ആർ ദി മേജർ നീഡ്സ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് a trademark. So we have discussed what is a trademark and the major symbols used in a trademark TM, SM and R, which is encircled. Then we have discussed the need or the importance of the trademark. Next one is the tagline. Tagline കൂടിയാണ് ഇനി ഈ മൊഡ്യൂളിൽ നിങ്ങൾക്ക് ഉള്ളത്. So what is a tagline? It is a short memorable description that clearly communicates the brand image. ഒരു ബ്രാൻഡിനെ പറ്റിയിട്ടുള്ള അവരുടെ ഒരു ബ്രാൻഡിൻ്റെ ഒരു മെസ്സേജ് ഉണ്ടാവും, അതൊരു ഷോർട്ടായിട്ടുള്ള മെമ്മറബിൾ ആണെന്ന് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതിനെയാണ് നമ്മൾ ടാഗ് ലൈൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഡൗവിൻ്റെ ടാഗ് ലൈൻ എന്ന് പറയുന്നത് യു ആർ മോർ ബ്യൂട്ടിഫുൾ ദാൻ യു തിങ്ക് എന്നതാണ് അവരുടെ ടാഗ് ലൈൻ. അഡിഡാസിന് ഇമ്പോസിബിൾ ഇസ് നത്തിങ്. അങ്ങനെയൊക്കെയാണ് ഓരോന്നിൻ്റെ ടാഗ് ലൈൻസ് വരുന്നത്. ചെറുതായിരിക്കും, ഷോർട്ടായിരിക്കും, ഡിസ്ക്രിപ്റ്റീവ് ആയിരിക്കും. അത് പെട്ടെന്ന് ആ കമ്പനി എന്താണോ അല്ലെങ്കിൽ ആ ബ്രാൻഡ് എന്താണോ നമ്മളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് അതാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഞാൻ പറഞ്ഞ ഡോവ് പോലെ യു ആർ മോർ ബ്യൂട്ടിഫുൾ ദാൻ യു തിങ്ക് എന്ന രീതിയിൽ പറയുമ്പോൾ അത് അവർ ഡവ് തേച്ച് കുളിച്ചാൽ വി വിൽ ബി ബിക്കമിങ് സോ ബ്യൂട്ടിഫുൾ എന്ന രീതിയിലൊരു മെസ്സേജാണ് തരുന്നത്. അവരുടെ പ്രൊഡക്റ്റിനെ പറ്റിയിട്ടൊരു മെസ്സേജാണ് തരുന്നത്. അങ്ങനെ ഒന്നിനെയാണ് ടാഗ് ലൈൻ എന്ന് പറയുന്നത്. അതൊരു ക്യാച്ച് ഫ്രേസും ആകാം, ഒരു ബ്രാൻഡിനെ അല്ലെങ്കിൽ ബ്രാൻഡ് പേഴ്സണാലിറ്റി ബിൽഡ് ചെയ്യാനുള്ള ഒരു ക്യാച്ച് ലൈനും ആയിരിക്കാം. ആൻഡ് ദിസ് വിൽ ഹെൽപ്സ് ടു പൊസിഷൻ ദി ബ്രാൻഡ്. നമ്മൾ ഇത്രയും ഡൗ തേച്ചാൽ യു വിൽ ബിക്കം സോ ബ്യൂട്ടിഫുൾ എന്ന രീതി കാണുമ്പോൾ നമ്മളുടെ മനസ്സിൽ ആ പ്രൊഡക്റ്റ് നല്ല പ്രൊഡക്റ്റാണ്, പൊസിഷൻ ചെയ്യാൻ പറ്റും എന്ന രീതിയിൽ നമുക്കൊരു വിശ്വാസം വരുന്നു. സോ ഇറ്റ് സെറ്റ്സ് അപ്പ് പൊസിഷനിങ് ഓഫ് ദി ബ്രാൻഡ്. ആൻഡ് ഓൾസോ ഇറ്റ് കൺവേസ് ഓവറോൾ ബെനിഫിറ്റ് ഓഫ് വാട്ട് ഇസ് ഓഫർഡ്. എന്താണ് നമുക്ക് ആ പ്രൊഡക്റ്റ് തരാൻ പോകുന്നതെന്നുള്ളതിനെ പെട്ടെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാണ് നോർമലി ടാഗ് ലൈൻസ് യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ മനസ്സിലത് തറഞ്ഞിരിക്കും, ഒരു ഇയർവേം ആയിരിക്കും, പെട്ടെന്ന് നമ്മുടെ അപ്പീലിംഗ് ആയിട്ട് വരുന്ന നമ്മുടെ ഉള്ളിൽ കിടക്കാൻ പോകുന്ന ഒരു മെയിൻ എലമെൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ അബൌട്ട് ദ പ്രൊഡക്റ്റ് ആയിരിക്കും എ ടാഗ് ലൈൻ. സോ ദിസ് ഇസ് കോൾഡ് എ ടാഗ് ലൈൻസ്. അപ്പോൾ പല കമ്പനികളും പല രീതിയിലുള്ള ടാഗ് ലൈൻസാണ് യൂസ് ചെയ്യുന്നത്. അവരുടെ പൊസിഷൻ, അവർക്ക് എന്ത് മെസ്സേജാണോ തരേണ്ടത് അത് പല രീതിയിൽ എങ്ങനെ അപ്പീലിംഗ് ആക്കും, അതിൻ്റെ കസ്റ്റമേഴ്സ് എങ്ങനെയാണോ, ചിലവർ ഡയറക്റ്റ് ആയിട്ടായിരിക്കും പ്രൊഡക്റ്റിനെ പറ്റി പറയുന്നത്, ചിലർ ഇച്ചിരി മിസ്റ്റീരിയസ് ആയിട്ട് കുഴച്ച് എന്നാൽ നമുക്ക് ഉള്ളിൽ കൂടെ മനസ്സിലാവുന്ന രീതിയിലാവും. അങ്ങനെ പല രീതിയിൽ നമുക്ക് ടാഗ് ലൈൻസിനെ കൊടുക്കാം. അതിനെ ബേസ് ചെയ്ത് നമുക്ക് 7 ടൈപ്പ് ടാഗ് ലൈൻസ് ഉണ്ട്. ദാറ്റ് ഈസ് ഇംപറേറ്റീവ്, ഡിസ്ക്രിപ്റ്റീവ്, പ്രൊവോക്കേറ്റീവ്, സൂപ്പർലേറ്റീവ്, ഇൻട്രോഗേറ്റീവ്, സ്പെസിഫിക് ആൻഡ് വിഷണറി. ഇങ്ങനെ 7 ടൈപ്പ് ഓഫ് ടാഗ് ലൈൻസ് ആണ് നോർമലി കമ്പനീസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അവർ ചിലപ്പോൾ ഡയറക്റ്റ് ആയിട്ട് തരുമെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ചിലപ്പോൾ ഇൻഡയറക്റ്റ് ആയിട്ടായിരിക്കും അവരുടെ മെസ്സേജ് ടാഗ് ലൈൻസിലൂടെ തരുന്നത്. അതിനെ ബേസ് ചെയ്താണ് ഈ ക്ലാസിഫിക്കേഷൻ. ഓഫ് വിച്ച് ദ ഫസ്റ്റ് വൺ ഇസ് ദ ഇംപറേറ്റീവ്. ഇംപറേറ്റീവ് എന്ന് വെച്ചാൽ അതൊരു വേർബ് കൊണ്ടായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത് ആ ടാഗ് ലൈൻസ്. എന്നിട്ട് നമ്മളെ ഒരു പെർട്ടിക്കുലർ ആക്ഷനിലേക്ക്, ആ ബ്രാൻഡ് എന്താണ് ഉദ്ദേശിക്കുന്നത്, അതിൻ്റെ ബ്രാൻഡ് അല്ലെങ്കിൽ അതിൻ്റെ വിഷൻ, മിഷൻ, പേഴ്സണാലിറ്റി ആയിരിക്കും അത് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. കുറച്ച് ബോൾഡ് ആയിട്ടുള്ള ഇമ്പാക്റ്റ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യം ഓഡിയൻസിനെ അറിയിക്കുന്നത് ഇംപറേറ്റീവ് ടാഗ് ലൈൻസിലൂടെ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, നൈക്കിൻ്റെ ജസ്റ്റ് ഡു ഇറ്റ്, ജസ്റ്റ് വേർബ് കൊണ്ട് സ്റ്റാർട്ട് ചെയ്തു ഡു ഇറ്റ്, അതൊരു പെർട്ടിക്കുലർ ആക്ഷനെയാണ് കാണിക്കുന്നത്. അപ്പോൾ അതെന്ന് പറയുമ്പോൾ നമുക്ക്
ജസ്റ്റ് ഡു ഇറ്റ് ഇസ് എ സ്ട്രോങ് ഒരു ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടാഗ് ലൈൻസ് ആണ്. അത് എക്സാമ്പിൾ ഇസ് യൂട്യൂബിനെ ബ്രോഡ്കാസ്റ്റ് യുവർ സെൽഫ്. It is also a verb starting with a verb and giving some kind of action. Broadcast yourself. And Coca-Cola ആണെങ്കിൽ open happiness എന്ന് പറയുമ്പോൾ ഓപ്പൺ ഇറ്റ്സ് എ വേർബ്, ഹാപ്പിനെസ് നമ്മളുടെ ഒരു ആക്ഷനിലേക്കാണ് അത് പോകുന്നത് അല്ലേ. സോ ദീസ് ടൈപ്പ് ഓഫ് ടാഗ് ലൈൻസ് ആർ കോൾഡ് ഇംപറേറ്റീവ് ടാഗ് ലൈൻസ്. ആൻഡ് ഇറ്റ്സ് എക്സാമ്പിൾസ് നമുക്ക് പറയാവുന്ന നൈക്കും യൂട്യൂബിൻ്റെയും കൊക്കക്കോളയുടെയൊക്കെ ടാഗ് ലൈൻസ് ആയ ജസ്റ്റ് ഡു ഇറ്റ്, ബ്രോഡ്കാസ്റ്റ് യുവർ സെൽഫ് ആൻഡ് ഓപ്പൺ ഹാപ്പിനെസ്. Okay, so this is called an imperative. Next one is the descriptive. Descriptive taglines means they are the most straightforward taglines. Direct ആയിട്ട് പറയേണ്ട കാര്യങ്ങൾ പറയുന്നത്. That is the descriptive. അതിനെ പറ്റിയിട്ടൊരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നില്ല, അതിൻ്റെ ബെനിഫിറ്റ് എന്താണോ അല്ലെങ്കിൽ അതെന്താണോ സിമ്പിൾ വേർഡ്സിൽ അതെന്താണോ നമുക്ക് തരാൻ പോകുന്നത്, അവർ പ്രോമിസ് ചെയ്യുന്നത് എന്താണോ അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ വാൾമാർട്ട് എന്ന് ഷോപ്പിംഗ് കോംപ്ലക്സ് ആണ്. അപ്പോൾ വാൾമാർട്ടിൽ എല്ലാ പ്രൊഡക്ട്സും കിട്ടും. സോ ദേ ഗീവ് ദ ടാഗ് ലൈൻ ആസ് എ സേവ് മണി എന്നാണ് അവരുടെ എയിമാണ്, അല്ലെങ്കിൽ അവരെന്താണ് അവരുടെ പ്രൊഡക്റ്റ് ഓഫർ ചെയ്യുന്നത് എന്നതാണ് പറയുന്നത്. ആ വാൾമാർട്ടിൽ കൂടെ നമ്മൾ പർച്ചേസ് ചെയ്താൽ വി വിൽ ബി സേവിങ് അവർ മണി. സോ ദാറ്റ് ഇസ് എ ടാഗ് ലൈൻ. അനദർ വൺ ഇസ് ദ KFCയുടെ ഫിംഗർ ലിക്കിംഗ് ഗുഡ് എന്നാണ് അതിൻ്റെ ടാഗ് ലൈൻ വരുന്നത്. ഇറ്റ്സ് എ ഡിസ്ക്രിപ്റ്റീവ്. അതെന്താണ് പ്രൊവൈഡ് ചെയ്യുന്നത് അതിനെ പറ്റിയിട്ടുള്ള ബെനിഫിറ്റ്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഫിംഗർ ലിക്കിംഗ് ഗുഡ് ആണ്. സോ ഡയറക്റ്റ് ആയിരിക്കും, ഒരിക്കലും ഒരു കൺഫ്യൂസിങ് ആയിട്ടല്ല, ഡയറക്റ്റ് ആയിട്ട് നമ്മൾ കാര്യം പറയുന്നു. ലൈക്ക് ദ വാൾമാർട്ടിലെ സേവ് മണി ലീവ് ബെറ്റർ പോലെ തന്നെ KFCയുടെ ഫിംഗർ ലിക്കിംഗ് ഗുഡ്. ഓക്കെ, തേർഡ് ടൈപ്പ് ഓഫ് ടാഗ് ലൈൻസ് ഇസ് ദ പ്രൊവോക്കേറ്റീവ് ടാഗ് ലൈൻസ്. എന്ന് വെച്ചാൽ നമ്മളെ പ്രൊവോക്കേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന നമ്മുടെ ഇമോഷൻസിനെയൊക്കെ ഒന്ന് ഉണർത്തുന്ന രീതിയിലുള്ള ടാഗ് ലൈൻസിനെയാണ് പ്രൊവോക്കേറ്റീവ് എന്ന് പറയുന്നത്. നമ്മൾ ചിന്തിക്കണം, അത് കേട്ടാൽ എന്തെങ്കിലും ചിന്തിക്കണം എന്ന രീതിയിൽ പ്രൊവോക്കേറ്റ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഡൗവിൻ്റെ ഞാൻ പറഞ്ഞത് യു ആർ മോർ ബ്യൂട്ടിഫുൾ ദാൻ യു തിങ്ക് എന്ന് പറയുമ്പോൾ നമ്മളൊന്ന് ചിന്തിക്കും, ആണോ എന്ന രീതിയിലൊരു ചിന്ത. അതുപോലെ അഡിഡാസിനെ ഇമ്പോസിബിൾ ആസ് നത്തിങ്. സിമിലർലി അണ്ടർ ആർമറിന് ഐ വിൽ. ഇതെല്ലാം നമ്മുടെ ഇമോഷൻസിനെ സ്റ്റിർ ചെയ്യുന്ന ടൈപ്പ് ഓഫ് ടാഗ് ലൈൻസ് ആണ്. ദാറ്റ് ഈസ് കോൾഡ് ദ പ്രൊവോക്കേറ്റീവ് ടാഗ് ലൈൻസ്. നെക്സ്റ്റ് വൺ ഇസ് ദ സൂപ്പർലേറ്റീവ് ടാഗ് ലൈൻസ്. ഹയർ ഡിഗ്രി ഓഫ് കമ്പാരിസൺ ഉള്ള ടാഗ് ലൈൻസിനെയാണ് നമ്മൾ സൂപ്പർലേറ്റീവ് എന്ന് പറയുന്നത്. ദ ബെസ്റ്റ് ഇൻ ക്ലാസ് അല്ലെങ്കിൽ എക്സലൻസ് ഈസ് അവർ ബ്ലഡ് എന്ന രീതിയിലെല്ലാം ഒരു ടാഗ് ലൈൻ നമുക്ക് തരികയാണെങ്കിൽ നമ്മൾ ഒരു പൊസിഷൻ ബേസ്ഡ് ഏറ്റവും ബെസ്റ്റാണ് എന്ന രീതിയിൽ ഒരു സൂപ്പർലേറ്റീവ് ടാഗ് ലൈൻ. ഫോർ എക്സാമ്പിൾ BMW ദ അൾട്ടിമേറ്റ് ഡ്രൈവിംഗ് മെഷീൻ എന്നാണ് BMW പരസ്യം വരുന്നത്. അപ്പം എല്ലാവരെയും വെച്ച് നോക്കുമ്പോൾ ഞങ്ങളാണ് ബെസ്റ്റ് എന്ന രീതി തരുന്നത്. അതുപോലെ ബഡ്വീസറിൻ്റെ ദ കിങ് ഓഫ് ബിയേഴ്സ് എന്ന രീതി പറയുന്നു. അതെല്ലാം ഞങ്ങളുടെ പ്രൊഡക്റ്റാണ് ബാക്കിയുള്ളവ വെച്ചിട്ട് ബെസ്റ്റ്. സോ ഒരു കമ്പാരിസൺ കൊടുത്തിട്ട് ഹയസ്റ്റ് ഞങ്ങളാണ് എന്ന രീതി പറയുന്നതിനാണ് സൂപ്പർലേറ്റീവ് ടാഗ് ലൈൻസ് എന്ന് പറഞ്ഞത്. നെക്സ്റ്റ് വൺ ഇസ് ഇൻട്രോഗേറ്റീവ്. Interrogative taglines means it directs you to perform an action, think in specific manner or communicate any other message. ഒരു വേറെ രീതി ചിന്തിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുക. ഇൻട്രോഗേറ്റീവ് ക്വസ്റ്റ്യൻസ് പോലെയായിരിക്കും, ചിന്തിക്കാൻ വേണ്ടി കൊടുക്കുന്നതായിരിക്കും. ഫോർ എക്സാമ്പിൾ ദ കാലിഫോർണിയ മിൽക്ക് പ്രൊഡ്യൂസർ ബോർഡ്സിൻ്റെ ഗോഡ് മിൽക്ക് ഇസ് എ ഗുഡ് എക്സാമ്പിൾ ഓഫ് ഇൻട്രോഗേറ്റീവ് ടാഗ് ലൈൻ. ഒരു ഗോഡ് മിൽക്ക് എന്ന രീതിയിലൊരു സ്പെഷ്യൽ ക്വസ്റ്റ്യൻ നമ്മളെ ഒരു സ്പെഷ്യൽ ആക്ഷനിലേക്ക് പ്രൊമോട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഇൻട്രോഗേറ്റീവ് ടാഗ് ലൈൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഇസ് സ്പെസിഫിക് ടാഗ് ലൈൻസ്. ദാറ്റ് they use words cleverly to reveal the brand's product or the business category and make it memorable ആക്കാൻ വേണ്ടിയിട്ട് രീതിയിൽ കൊടുക്കുന്ന ടാഗ് ലൈൻസ്. ഫോർ എക്സാമ്പിൾ ഒലേയുടെ ലവ് ദ സ്കിൻ യു ആർ ഇൻ എന്ന രീതി സ്പെസിഫിക് ആയിട്ട് പറഞ്ഞു കൊടുക്കുന്നത്. അതുപോലെ വോൾക്സ് വാഗണിന് ഡ്രൈവേഴ്സ് വാണ്ടഡ്. ഇതെല്ലാം സ്പെഷ്യൽ ടാഗ് ലൈൻസ് എന്ന കാറ്റഗറിയിൽ വരുന്നതാണ്. ആൻഡ് ദ ലാസ്റ്റ് ടൈപ്പ് ഓഫ് ടാഗ് ലൈൻ ഈസ് എ വിഷനറി ടാഗ് ലൈൻ. എന്നുവെച്ചാൽ അത് ബ്രാൻഡിൻ്റെ വിഷൻ ആയിരിക്കും അത് പ്രൊവൈഡ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ജനറൽ ഇലക്ട്രിക്സിൻ്റെ ജിയുടെ ടാഗ് ലൈൻ എന്ന് വെച്ചാൽ ഇമാജിനേഷൻ അറ്റ് വർക്ക്. ഓർ എവിസിൻ്റെ വി ട്രൈ ഹാർഡർ എന്ന രീതി നമ്മളുടെ വിഷൻ നമ്മൾ എന്താണോ ഉദ്ദേശിക്കുന്ന ഭാവിയിൽ ആ ബ്രാൻഡ് അതിനെ പറ്റിയിട്ടുള്ള ടാഗ് ലൈൻസ് ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. ഇമാജിനേഷൻ അറ്റ് വർക്ക് ഓർ വി ട്രൈ ഹാർഡർ എന്ന രീതിയിലുള്ള ടാഗ് ലൈൻ. സോ ദീസ് ആർ ദി മേജർ ടൈപ്സ് ഓഫ് ടാഗ് ലൈൻസ് ദാറ്റ് വി ക്യാൻ ഷോ ഓർ യൂസ് ഇൻ എ kind of branding like imperative, descriptive, provocative, superlative, interrogative, specific and visionary. So today
we have discussed about the jingles, then its importance or the benefits. Next, we have discussed the packaging, its benefits. പിന്നെ trademark discuss ചെയ്തു, taglines discuss ചെയ്തു, of which we have also discussed the types of taglines. So ഇന്ന് നിങ്ങളുടെ ഒരു ചെറിയ നോട്ടായിട്ട് നിങ്ങൾ ഉണ്ടാക്കുന്ന types of taglines ആണ്. 7 type of taglines പറഞ്ഞു. Just write what is that tagline, the name and an example, 2 examples of each. ഇതാണ് നിങ്ങളുടെ അസൈൻമെൻ്റ് ആയിട്ട് ചെയ്യുന്നത്. Otherwise you can give a voice note on the same. Okay, so we can meet in the next lecture with the new module, that is the 4th one. Okay, so thank you. Meet you in the next lecture.